ओम शांति। भगवान को 1000 हाथ वाला कहते हैं. ഭഗവാന് 1000 കൈകളുണ്ട് എന്ന് പറയാറില്ലേ? 1000 കൈകളുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തിൻ്റെ സൂചനയാണ് കൈകൾ? സഹയോഗം നൽകുന്നതിൻ്റെ, സഹായിക്കുന്നതിൻ്റെ. അതിനാൽ 1000 കൈകളുണ്ട് എന്ന് പറയാൻ കാരണം സമയത്ത്, അതുപോലെ തന്നെ എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത്, നമ്മൾ എപ്പോഴാണോ വിളിക്കുന്നത്, അപ്പോൾ സഹായിക്കുന്നു എന്നതാണ് അർത്ഥം. ഇത് തിയറിയാണ്, ജ്ഞാനമാണ്. പക്ഷേ കേവലം ഈ ജ്ഞാനം ഉള്ളതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ജ്ഞാനം ഉള്ളതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് സന്തോഷമെല്ലാം കിട്ടും, നമുക്ക് സഹായം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ. പക്ഷേ ഏതുവരയ്ക്ക് നമ്മൾ ആ സഹായം നേടാൻ യോഗ്യരാകാത്തതുവരയ്ക്കും, ആ സഹായം സ്വീകരിക്കാത്തതുവരയ്ക്കും അതിൻ്റെ അനുഭവം ഉണ്ടാകില്ല. ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം ജീവിതം മുഴുവൻ നമുക്ക് സന്തോഷം തരും. അതിനാൽ നമുക്ക് യോഗ്യരായിട്ട് മാറണം. എങ്ങനെയാകും? ഭഗവാന്റെ സഹായം കിട്ടാൻ യോഗ്യരാകണം. നിങ്ങൾ തൻ്റെ കുടുംബത്തിൽ തന്നെ ഒന്ന് നോക്കൂ. താങ്കൾ സ്വയത്തെ തന്നെ നോക്കൂ. താങ്കൾ ആരെയാണ് സഹായിക്കാൻ ആഗ്രഹിക്കുക? തൻ്റെ കുടുംബത്തിൽ ആരാണോ? എല്ലാവരെയും ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷെ വിശേഷിച്ച് മാർക്ക് ചെയ്യും. ആരാണോ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നത്, ആരാണോ നിങ്ങളുടെ ചിന്തകൾക്ക് ബഹുമാനം തരുന്നത്, നിങ്ങൾ പറയുന്നതിനെ പൂർത്തീകരിക്കുന്നത്. ഞാനും ഈ അനുഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ നമ്മൾ ഭഗവാന്റെ ശ്രീമത്തുണ്ടല്ലോ, ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ, അതിൽ നമുക്ക് വിശ്വാസം വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഭഗവാന്റെ സഹായം കിട്ടും. ഇപ്പോൾ വരയ്ക്കും നമ്മൾ ഭഗവാനെ വിശ്വസിച്ചിരുന്നു. ഇനി ഭഗവാൻ പറയുന്നത് അനുസരിച്ച് നടക്കണം. ഇത്രേ വ്യത്യാസമുള്ളൂ. നമുക്ക് എപ്പോഴാണോ അതിൽ നിശ്ചയം വരുന്നത്, പിന്നീട് അപരിമിതമായ സഹായം ലഭിക്കാൻ തുടങ്ങും. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഈ ജ്ഞാനമാർഗത്തിലേക്ക് വന്നിട്ട്, ബ്രഹ്മകുമാരീസിലേക്ക് വന്നിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. രാജയോഗ കോഴ്സ് അറ്റൻഡ് ചെയ്തു. സ്വയത്തിൻ്റെ പരിചയം, പരമാത്മാവിൻ്റെ സത്യമായ പരിചയം അതെനിക്ക് പ്രാപ്തമായി. അതോടൊപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ചിന്ത വന്നു, ഈശ്വരീയ കാര്യത്തിൽ എനിക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കണം. എന്താണോ ഭഗവാൻ പറയുന്നത് ഇനി അതേ ഞാൻ ചെയ്യുള്ളൂ. ആ സമയത്ത് ഞാൻ CA വേണ്ടി പഠിക്കുകയായിരുന്നു. ഒരു ലാസ്റ്റ് ഗ്രൂപ്പ് അതിൻ്റെ എക്സാം എഴുതിയിരിക്കുകയായിരുന്നു. അതിനു മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ജോലിയും ചെയ്തിരുന്നു. അതോടൊപ്പം എവ്രി ഡേ ബ്രഹ്മകുമാരീസ് സെൻറ്ററിൽ പോകും, ജ്ഞാനം കേൾക്കും, ഡെയിലി യോഗം ചെയ്യാറുണ്ട്. അതോടൊപ്പം എന്തെല്ലാം സേവാ കേന്ദ്രത്തിൽ സ്ഥൂലമായ സേവനമുണ്ടായിരുന്നോ അതും ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു CA പഠിക്കുമ്പോൾ. ആ വ്യക്തിക്ക് തോന്നുമായിരുന്നു ഞാൻ CA അത് പഠിക്കാൻ വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യണമോ അത്രയും ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം രാത്രിയും പകലും പഠിക്കും, 12-13 hours ഇരുന്നിട്ട് പഠിക്കും, നോട്ട്സ് തയ്യാറാക്കും. പക്ഷെ ഞാനാണെങ്കിൽ ഫുൾ ഡേ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ ഒരു റുട്ടീനിലാണ് എൻ്റെ ഡേ കടന്നു പോയിരുന്നത്. പിന്നീട് ഞാൻ രാത്രി പഠിക്കാൻ വേണ്ടിയിരിക്കും. ഞങ്ങളുടെ 10 yearsൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ള ഒരു പുസ്തകമുണ്ട്, വളരെ വലിയൊരു പുസ്തകം. അത് കിടന്നുകൊണ്ട് ഇങ്ങനെ പഠിക്കും. വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം വരും. എനിക്ക് പോലും അറിയില്ല ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുമായിരുന്നു, ഞാൻ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾക്ക് എഴുതി തരാം, അങ്ങ് CA പാസ്സാകില്ല. ഇങ്ങനെ പോയാൽ ആരെങ്കിലും പാസ്സാകുമോ? എത്ര എഫേർട്ട് എടുക്കണം, എത്ര നോട്ട്സ് ഉണ്ടാക്കണം, എന്തെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. പക്ഷേ എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ടായിരുന്നു ഞാൻ പാസ്സാകുമെന്ന്. എന്തെന്നാൽ എപ്പോഴാണോ പരമാത്മാവിൻ്റെ സത്യമായ പരിചയം എനിക്ക് കിട്ടിയത്, അപ്പോൾ
ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എനിക്കിനി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം പരമാത്മാവിൻ്റെ പ്രാപ്തിക്കു വേണ്ടി, ഭഗവാന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി സന്യാസിയാകാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുകൂടി കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി പഠിച്ചിട്ട് ടൈം എന്തിനാണ് പാഴാക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പഠിപ്പ് ഉപേക്ഷിച്ചാലോ. അങ്ങനെ സെൻറ്ററിലെ നിമിത്തമായ ഇൻചാർജ് ബെഹൻജി ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് CA പഠിക്കണ്ട, ഞാനത് നിർത്താൻ പോവുകയാണ്. സെൻറ്ററിൽ എന്ത് സേവനമുണ്ടോ അത് ചെയ്തിട്ട് ഞാൻ ഇരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബെഹൻജി എന്നോട് പറഞ്ഞു, അതായത് അങ്ങ് ഏത് സേവനമാണോ ചെയ്യാൻ പോകുന്നത്, സെൻറ്ററിൽ ചെയ്യാൻ പോകുന്ന സേവനം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ താങ്കൾ CA പഠിച്ച് അതിൻ്റെ ഡിഗ്രി പ്രാപ്തമാക്കിയാൽ അതിലൂടെ യജ്ഞത്തിനു വേണ്ടി വിശേഷ സേവനം ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനാൽ താങ്കൾ CAയുടെ ഡിഗ്രി സ്വീകരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്, അത് ചെയ്യൂ എന്ന് പറഞ്ഞു. ബെഹൻജി പറഞ്ഞു അർത്ഥം ബാബ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ബാബയുടെ റൂമിൽ പോയി. എല്ലാ ബ്രഹ്മകുമാരി സെൻറ്ററിലും മെഡിറ്റേഷൻ ചെയ്യുന്നതിന് റൂമുണ്ടാകും. അതിനെ ബാബയുടെ റൂം എന്നാണ് പറയാറുള്ളത്. ഞാൻ അവിടെ പോയി. അടുത്ത് ബാബയുടെ ട്രാൻസ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, എനിക്ക് ധനത്തിൻ്റെ ആവശ്യമില്ല, സ്ഥാനത്തിൻ്റെ ആവശ്യമില്ല, എനിക്കൊന്നിൻ്റെ ആവശ്യവുമില്ല. എനിക്ക് അങ്ങായിരുന്നു വേണ്ടിയിരുന്നത്, അതെനിക്ക് കിട്ടി. ബെഹൻജി പക്ഷെ എന്നോട് ഇപ്പോൾ പറയുന്നു CA ഡിഗ്രി എടുക്കാൻ, അത് ചെയ്താൽ ധാരാളം സേവനം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് വേറൊരു ഇച്ഛയും ഇല്ല. പക്ഷേ ബാബയ്ക്ക് തോന്നുന്നു ഈ ഡിഗ്രി എടുത്താൽ എന്നിലൂടെ സേവനം നടക്കുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് എനിക്ക് ഈ ഡിഗ്രി നൽകിക്കോളൂ എന്ന് പറഞ്ഞു. അതിനുള്ള സമയമൊന്നും എനിക്ക് ചിലവഴിക്കാൻ അത്രയധികം പറ്റില്ല എന്ന് ഞാൻ ബാബയോട് പറഞ്ഞു. ബാബ എന്തു പറയുമോ അത് ഞാൻ ചെയ്യുമായിരുന്നു. ഈ പ്രകാരത്തിൽ ഞാൻ പഠനം തുടർന്നു. എക്സാം എഴുതി. ഞാൻ CAയിൽ പാസ്സായി. പക്ഷേ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവർക്ക് വീണ്ടും 5-6 പ്രാവശ്യം എഴുതിയിട്ടാണ് പാസ്സാകേണ്ടി വന്നത്. ഞാൻ സ്വയം മനസ്സിലാക്കുന്നുണ്ട്, CAയ്ക്ക് വേണ്ടി വളരെയധികം പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എളുപ്പത്തിൽ ഞാൻ എങ്ങനെ വിജയിച്ചു? പരമാത്മാവിൻ്റെ ബലം ഉണ്ടായിരുന്നു. അത് രാജയോഗത്തിൻ്റെ ശക്തി തന്നെയാണ്. അതിലൂടെ ഒരു പ്രാവശ്യം പഠിക്കുന്നത് ഓർമ്മയിലിരിക്കുമായിരുന്നു. കാരണം രാജയോഗത്തിൻ്റെ അഭ്യാസത്തിലൂടെ മനസ്സ് വ്യർത്ഥത്തിൽ നിന്നും നെഗറ്റീവിൽ നിന്നും മുക്തമായി. അതിനാൽ സഹജമായിട്ട് ബാബ ഡിഗ്രി എനിക്ക് നേടിത്തന്നു. ഇന്ന് ആ ഡിഗ്രിയിലൂടെ ധാരാളം സേവനങ്ങൾ നടക്കുന്നുണ്ട്, ബാബ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, വിശ്വാസം വേണം. ബാബയോട് പറയൂ, ബാബ ചെയ്യും. ഇതുപോലെ തന്നെ മറ്റൊരു വിശേഷ അനുഭവമുണ്ട് ജീവിതത്തിൽ. എപ്പോഴാണോ ഞാൻ രാജയോഗത്തിൻ്റെ അഭ്യാസം തുടങ്ങിയത്, അപ്പോൾ എൻ്റെ പരിവാരത്തിൽ കുറച്ച് എഗെയിൻസ്റ്റ് ആയിരുന്നു കുടുംബക്കാരെല്ലാം. അവരെല്ലാം എന്നെ വിവാഹിതനായി കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ തീരുമാനിച്ചിരുന്നു, ഞാൻ ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ പാലന ചെയ്യുമെന്ന്, തപസ്യ ചെയ്യും, വിശ്വസേവനം ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അത് ഫാമിലിയിലുള്ളവർക്ക് ഇഷ്ടമായിരുന്നില്ല, അവർ അഗെയിൻസ്റ്റ് ആയിരുന്നു. പിതാവിന് കൂടുതൽ ക്രോധമായിരുന്നു എന്നെ കാണുമ്പോഴെല്ലാം. പക്ഷേ എല്ലാവരെ പ്രതിയും എനിക്ക് ശുഭകാമനയായിരുന്നു. സത്യമായ ജ്ഞാനത്തെ ഒരു ദിവസം ഇവരെല്ലാവരും അറിയും, എല്ലാവരും സഹയോഗിയാകും എന്നായിരുന്നു എൻ്റെ ഉള്ളിൽ. എനിക്ക് താഴെ 2 അനിയത്തിമാരുണ്ട്, സഹോദരനുമുണ്ട്. ആരാണോ തൊട്ട് താഴെയുള്ള അനിയത്തി, അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ഇനി അടുത്ത സഹോദരിയുണ്ട്. അപ്പോൾ പിതാജി ആ കുട്ടിക്ക് വേണ്ടി 5-6 കുട്ടികളെ നോക്കിയിരുന്നു. പക്ഷെ ഒന്നും ശരിയായില്ല. അതിൻ്റെ ദേഷ്യം മുഴുവൻ എൻ്റെ അടുത്ത് കാണിച്ചു. പിതാജി ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ബ്രഹ്മകുമാരീസിൽ പോകുന്നില്ലേ, അതുകൊണ്ടാണ് നിന്റെ സഹോദരിക്ക് വിവാഹം നടക്കാത്തത്. അതുകൊണ്ട് നിന്റെ അനിയത്തിക്ക് വരനെ കണ്ടുപിടിക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്വമാണ്. ചിലവ് മുഴുവൻ നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യേണ്ടതെല്ലാം നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ആ സമയത്ത് ഞാൻ അഹമ്മദാബാദിൽ ജോലി ചെയ്യുന്ന സമയമായിരുന്നു.
ആരംഭം മുതലുള്ള എൻ്റെ ശീലമായിരുന്നു. രാജയോഗം ആരംഭിച്ചതു മുതൽ, അപ്പോൾ മുതലുള്ള ശീലമാണ്. ആര് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാലും, അത് വീട്ടിൽ നിന്നായിക്കോട്ടെ, അത് ഓഫീസിൽ നിന്നായിക്കോട്ടെ, അത് സെൻറ്ററിൽ നിന്നായിക്കോട്ടെ, അത് ഫ്രണ്ട്സ് ആരെങ്കിലും ആയിക്കോട്ടെ, ആര് ഏത് കാര്യം എന്നെ ഏൽപ്പിച്ചാലും ഞാൻ ബാബയുടെ റൂമിൽ പോയി ബാബയോട് അത് ഷെയർ ചെയ്യുമായിരുന്നു. ബാബയുടെ അടുത്ത് അത് സമർപ്പിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറില്ല, ബാബയുടെ ട്രാൻസ്ലേറ്റ് അല്ലേ അവിടെയുള്ളത്. പകരം ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്, ശിവ് ബാബ ബ്രഹ്മബാബയിൽ വിരാജിതനാണ്, ബാബ ഇരിക്കുന്നുണ്ട്, ഞാൻ ബാബയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ ബാബയുടെ അടുത്ത് സമർപ്പിക്കാറുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലേ, ഞാൻ ബാബയുടെ പറയും, എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ ബാബയുടെ കൂടെ. എന്താണെന്ന് അറിയുമോ? എഗ്രിമെൻറ്റ് ഇതാണ്, എന്താണോ ബാബ പറയുന്നത് അതെനിക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചെറുതും വലുതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ബാബ ചെയ്തു തരണം. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. അതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. എന്ത് ബാബ പറയാറുണ്ടോ, ബാബയുടെ സേവനങ്ങളുണ്ടോ, അത് ഞാൻ ചെയ്യും. വേറൊന്നിലും സമയം ചിലവഴിക്കാറുണ്ടായിരുന്നില്ല. ഏത് കാര്യം ഉണ്ടെങ്കിലും അത് ഞാൻ ബാബയുടെ അടുത്ത് സമർപ്പിക്കുമായിരുന്നു. പിതാജി എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ബാബയുടെ അടുത്ത് പോയി സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു, ബാബ, സഹോദരിക്കൊരു വരനെ കണ്ടുപിടിക്കണം, അതോടൊപ്പം ചിലവ് മുഴുവൻ എനിക്ക് വേണം ചെയ്യണം ബാബ. ഇതെല്ലാം അങ്ങ് എങ്ങനെ ചെയ്യുന്നോ അതുപോലെ നടക്കും. ഞാൻ നിശ്ചിന്തമായിട്ട് മാറി. ജോലി ചെയ്യുന്ന സമയമായിരുന്നു അത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൗണ്ട് അബു, നമ്മളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, അവിടെ നിന്നും എനിക്ക് വേണ്ടി സെൻറ്ററിലേക്കൊരു ലെറ്റർ വന്നു. 15-20 ദിവസങ്ങളിലേക്ക് ലളിത് ഭായ് മധുബനിലേക്ക് സേവനത്തിന് വരുന്നുവെങ്കിൽ വളരെ നല്ലതായിരിക്കും, അയക്കാമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ബെഹൻജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മധുബനിൽ നിന്ന് ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, പോകുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും പോകും. ഇതെനിക്ക് സൗഭാഗ്യത്തിൻ്റെ കാര്യമാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്, ആബുവിൽ നിന്ന്, അതും അക്കൗണ്ട്സ് ഓഫീസിലേക്ക് എന്നെ സേവനത്തിന് വിളിക്കുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകാമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിൻ്റെ കാര്യമാണല്ലോ ഇത്. ഞാൻ ബെഹൻജിയോട് ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയി. ഞാൻ ലീവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര ദിവസം ലീവ് വേണം. എൻ്റെ സീനിയർ ആരായിരുന്നു, അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങേക്ക് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഇതെനിക്ക് ലോട്ടറി പോലത്തെ ഒരു കാര്യമാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, 3-4 ദിവസത്തിലേക്കാണെങ്കിൽ ഓക്കെ, പക്ഷെ 15 ഡേയ്സിന് പറ്റില്ല. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലീവ് തരാൻ പറ്റില്ല, ഇത് റെസ്പോൺസിബിളായ സീറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ ക്യാബിനിൽ പോയി റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ എഴുതി, അതെഴുതി കവറിലിട്ട് കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ലളിത്, ഭ്രാന്തായോ, ഇത്രയും നല്ല ജോലിയാണോ വിടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ജോലി വേറെയും കിട്ടും. നീ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു. ഇത്രയും നല്ല കമ്പനി, ഇത്രയും നല്ല സാലറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് അതിനേക്കാൾ വലുത്. അപ്പോൾ പറഞ്ഞു, വേറെ ഏതെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടാവും, അത് പറയാതെ പോകാനല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ് പോകുന്നത്, പക്ഷെ എനിക്ക് ലീവ് കിട്ടാതിരുന്നാൽ ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ വഴിയുള്ളൂ. അവസാനം അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് ആ ലെറ്റർ വാങ്ങിച്ചു. എന്നിട്ട് ഇത്രത്തോളം പറഞ്ഞു, അദ്ദേഹം ഫ്രണ്ട് പോലെയായിരുന്നു. ഓക്കെ, ജോലി വിടണമെങ്കിൽ മറ്റേതെങ്കിലും ജോലി അന്വേഷിക്കൂ, അതുവരേക്കും ഞാൻ ഈ റെസിഗ്നേഷൻ ലെറ്റർ അയക്കില്ല. നിനക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ ലെറ്റർ അയക്കാം. വേറെ എവിടെയെങ്കിലും കിട്ടിയാലും ഇത്രയും സാലറി കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജോലിയും കിട്ടും, നല്ല സാലറിയും കിട്ടും, എൻ്റെ സീറ്റിലേക്ക് മറ്റാരെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. എനിക്ക് പൂർണ്ണമായ വിശ്വാസം ബാബയിൽ ഉണ്ടായിരുന്നു. ബാബയാണ് എന്നെ സേവനത്തിന് വേണ്ടി വിളിക്കുന്നത്. അതിനാൽ എനിക്ക് ബാബയുടെ സേവനത്തേക്കാൾ വലുതായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം എൻ്റെ ലെറ്റർ അയച്ചു. 15 ഡേയ്സിന് വേണ്ടി ഞാൻ മധുബനിലേക്ക് പോയി, സേവനം ചെയ്തു, തിരിച്ച് അഹമ്മദാബാദിലേക്ക് പോയി. ഇപ്പോൾ അഹമ്മദാബാദിൽ തിരിച്ചു പോയപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. 1 മാസത്തിൻ്റെ നോട്ടീസ് പീരീഡ് ടൈമായിരുന്നു. ജോലി പോവുകയും ചെയ്തു. എൻ്റെ ബാങ്കിലാണെങ്കിൽ ബാലൻസ് ഒന്നും ഞാൻ വെക്കാറില്ലായിരുന്നു.
എന്ത് ഇൻകം കിട്ടുമായിരുന്നോ അത് പല പ്രകാരത്തിൽ യൂസ് ആകുമായിരുന്നു, ബാലൻസ് ഉണ്ടാകില്ല. സഹോദരിയുടെ വിവാഹത്തിൻ്റെ ചിലവ് ചെയ്യണം, അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, ഞാൻ റെൻറ്റിനാണ് താമസിച്ചിരുന്നത്, അതും ചെയ്യണം. പക്ഷെ ഞാൻ നിശ്ചിന്തമായിരുന്നു. കാരണം എനിക്കറിയാം ബാബ എന്തു ചെയ്യുന്നോ നല്ലതേ ചെയ്യുള്ളൂ. എന്താണ് ഉണ്ടാകുന്നതെന്നാൽ നമുക്കെന്താണോ വേണ്ടത് അത് നാം യാചിക്കാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അത് യാചിക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്താണ് വേണ്ടതെന്ന് നമ്മൾ സമ്പൂർണമായും സമർപ്പിച്ചാൽ നമുക്കെന്താണോ വേണ്ടത്, ശരിയായത്, അത് ഭഗവാൻ നമുക്ക് തരും. അതുകൊണ്ട് ഞാൻ നിശ്ചിന്തമായിരുന്നു. എന്നിട്ട് ബെഹൻജിയോട് സംസാരിച്ചു. നമ്മുടെ ബ്രഹ്മകുമാരീസ് സെൻറ്ററിൻ്റെ ഇൻചാർജായിരുന്നു. ഞാൻ പറഞ്ഞു, ബെഹൻജി, എൻ്റെ അടുത്ത് ഇപ്പോൾ 3 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഏത് കാര്യവും ബെഹൻജിയോട് ചോദിക്കുമായിരുന്നു. ആരംഭം മുതൽ എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. ബാബ സഹോദരിമാരെയാണ് നിമിത്തമാക്കിയിരിക്കുന്നത്. അതിനാൽ ഓരോ കാര്യവും അവരോട് ചോദിച്ച് ചെയ്താൽ മംഗളം ഉണ്ടാകും. ഇതാണ് ബാബയുടെ ശ്രീമത്ത്. അതുകൊണ്ട് ബെഹൻജി എന്ത് പറയുന്നു അതേ ഞാൻ ചെയ്യുമായിരുന്നുള്ളൂ. അത് ശ്രീമത്ത് ഞാൻ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ബെഹൻജിയോട് പറഞ്ഞു, ബെഹൻജി, എൻ്റെ അടുത്ത് 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നാണ് അഹമ്മദാബാദിൽ തന്നെ എവിടെയെങ്കിലും മറ്റേതെങ്കിലും ജോലി അന്വേഷിക്കുക, അല്ലെങ്കിൽ 2 ഫോറിനിൽ ഞാൻ ജോലിക്ക് വേണ്ടി അന്വേഷിക്കണം. മൂന്നാമത്തേത് സ്വയം ഒരു CAയുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം. എന്താണോ ബെഹൻജി പറയുന്നത് അത് ഞാൻ ചെയ്യാം. അപ്പോൾ ബെഹൻജി അതിന് 2 മിനിറ്റിന് ശേഷം ഉത്തരം തന്നു, ഇങ്ങനെ ചെയ്യൂ, സ്വയം CAയുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. ബെഹൻജി പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, CAയുടെ ഓഫീസ് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഓഫീസ് റെൻറ്റിന് എടുക്കേണ്ടി വരും, ഫർണിച്ചർ വേണ്ടി വരും, ക്ലയൻറ്റും വേണമല്ലോ. ഓഡിറ്റ് ആരുടെ ചെയ്യും? ഞാൻ. ക്ലയൻറ്റ് ഉണ്ടെങ്കിലല്ലേ ഓഡിറ്റ് ചെയ്യുള്ളൂ. ഞാൻ അഹമ്മദാബാദിൽ പുതിയതല്ലേ, എനിക്ക് അത്രയ്ക്കും പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. ഫയൽസ് ആൾക്കാർ തരാനും ഞാൻ എൻ്റെ ജോലി തുടങ്ങാനും. പക്ഷേ ബെഹൻജി പറഞ്ഞു അർത്ഥം ബാബ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്തു ചെയ്തു, ഏത് റൂമിലാണോ ഞാൻ റെൻറ്റിന് താമസിച്ചിരുന്നത് ആ റൂമിൻ്റെ അഡ്രസ്സിൽ വിസിറ്റിംഗ് കാർഡ് അച്ചടിച്ചു. ആ വിസിറ്റിംഗ് കാർഡ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ CAയുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയാം. 20 ഡേയ്സേ കഴിഞ്ഞിട്ടുള്ളൂ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ 20 ദിവസത്തിനുള്ളിൽ എനിക്ക് അത്രയധികം ജോലി കിട്ടി. 20 ദിവസത്തിനുള്ളിൽ അത്ര ജോലി കിട്ടി. 1 വർഷത്തിലെ സാലറിയുടെ ഈക്വലായിരുന്നു. സന്തോഷത്തിനൊരളവുണ്ടായിരുന്നില്ല. 20 ദിവസത്തിനുള്ളിൽ ഭഗവാൻ ഇത്രയധികം കാര്യങ്ങൾ എനിക്ക് വേണ്ടി തന്നു. ഞാൻ വളരെ ഹാപ്പിയായി. ഞാൻ ബാബയോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ബാബ വണ്ടർ. കാര്യം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 10 ദിവസം കൂടി, 30 ഡേയ്സ് കഴിഞ്ഞു. അഹമ്മദാബാദിലെ ഒരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അദ്ദേഹത്തിന് എന്നെ അറിയുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് വന്നു. എന്നോട് പറഞ്ഞു, ലളിത് ഭായ്, താങ്കൾ പ്രാക്ടീസ് ആരംഭിച്ചോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ പറഞ്ഞു, പാർട്ട്ണർഷിപ്പിലാണോ ചെയ്യുന്നത് അതോ പ്രൊപ്രൈറ്റർഷിപ്പിലാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഒറ്റയ്ക്കാണ്. ബാബയുണ്ട് കൂടെ, എങ്കിലും ലീഗലി ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 11 മണിക്ക് ഒന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണം. 11 മണിക്ക് ഞാൻ ഓഫീസിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, എൻ്റെ അടുത്ത് ധാരാളം ജോലികളുണ്ട്, പക്ഷെ ഞാനിവിടെ ഓഫീസിൽ ഒറ്റയ്ക്കാണ്. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കൂ, ഒരു പഴയ ഫേമാണ്, പ്രസ്റ്റീജിയസ് ഫേം ആണെങ്കിൽ അവിടെ ഒരു പാർട്ട്ണറായിട്ട് ജോയിൻ ആവണമെങ്കിൽ നമുക്ക് ഗുഡ് വില്ലിൻ്റെ രൂപത്തിലും എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, എന്തെങ്കിലും ധനം കൊടുക്കേണ്ടി വരും, അപ്പോഴേ പാർട്ട്ണർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, എൻ്റെ അടുത്ത് ഫൈനാൻഷ്യലി തരാൻ ഒന്നുമില്ല, ഞാൻ എങ്ങനെ പാർട്ട്ണറായിട്ട് മാറും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ എന്താണ് ആവശ്യം? ഇതെൻ്റെ സ്വന്തം ഓഫീസാണ്, ക്യാബിൻ റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, തൻ്റെ ജോലി തുടങ്ങിക്കോളൂ, ഈ മാസം മുതൽ ഞാൻ ഇത്ര % ഷെയർ തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വൈകുന്നേരം പറയാം. ഞാൻ വീണ്ടും സെൻറ്ററിലേക്ക് പോയി. വീണ്ടും ബെഹൻജിയോട് പോയിട്ട് ചോദിച്ചു, ബെഹൻജി, ഈ പ്രകാരത്തിലുള്ളൊരു ഓഫറുണ്ട്,
ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ബെഹൻജി പറഞ്ഞു, നിങ്ങൾ ജോയിൻ ചെയ്തോളൂ പാർട്ട്ണർഷിപ്പിൽ. അങ്ങനെ ഞാൻ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ജോയിൻ ചെയ്തു. ഏത് മാസമാണോ ഞാൻ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ജോയിൻ ആയത്, ആ മാസം തന്നെ അവിടെ ഒരു സ്പെഷ്യൽ ഇൻകം ആരംഭിച്ചു. ആ സ്പെഷ്യൽ ഇൻകമിൽ ഏതിലാണോ എൻ്റെ ഷെയർ വന്നിരുന്നത്, എത്ര പെർസെൻറ്റേജ് ആണോ ഡിസൈഡ് ചെയ്തിരുന്നത്, ഏതിലാണോ എൻ്റെ ഷെയർ വന്നിരുന്നത്, അത് നല്ലൊരു എമൗണ്ട് ആയിരുന്നു. അങ്ങനെ ധാരാളം ധനം എൻ്റെ അടുത്തേക്ക് വന്നു. 8 മാസം കൊണ്ട് സഹോദരിയുടെ വിവാഹം നടത്താൻ എത്ര ധനം വേണോ അത്രയും എൻ്റെ കയ്യിൽ വന്നു. ഞാൻ വളരെ ആശ്ചര്യത്തിലായിരുന്നു ആ സമയത്ത്. ഏത് പ്രകാരത്തിലാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരുന്നു എല്ലാം. ഇവിടെ പിതാജിയുടെ എഫേർട്ട് കൊണ്ട് നല്ലൊരു പരിവാരത്തിലെ ആൺകുട്ടി തയ്യാറായി. അവർക്ക് ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏത് പ്രകാരത്തിൽ സഹയോഗം കിട്ടി അതറിയില്ല. എന്തെല്ലാം ആചാരങ്ങളുണ്ടോ വന്ന് കാണുന്നതിൻ്റെ എല്ലാം ഫൈനലായി. വിവാഹം ഫൈനലായി. കുറച്ച് സമയത്തിനുള്ളിൽ വിവാഹവും നടന്നു. വളരെ നല്ല രീതിയിൽ വിവാഹം നടന്നു. ഞങ്ങളുടെ ചെറിയൊരു ഗ്രാമമാണ്, പക്ഷെ വളരെ നല്ല രീതിയിൽ വിവാഹം നടന്നു. സഹോദരിയുടെ പതിയുടെ വീട്ടുകാർക്ക് ഇത്രയും ആശ്ചര്യമായിരുന്നു, ഇവരെങ്ങനെ ഇത്രയും നല്ല രീതിയിൽ നടത്തി. എനിക്കും വളരെ ആശ്ചര്യമായിരുന്നു, അത്ഭുതം തോന്നി, ഇതെല്ലാം എങ്ങനെ നടന്നു. അച്ഛനും ചിന്തിക്കുകയായിരുന്നു, ഇവൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു, ഇവൻ്റെ അടുത്ത് ബാങ്ക് ബാലൻസും ഇല്ല, എന്നിട്ട് ഇത്രയും ധനം എവിടെ നിന്ന് വന്നു? എവിടുന്നെങ്കിലും ലോൺ എടുത്തതാണോ അതോ എന്ത് ചെയ്തോ? പക്ഷേ 1000 കൈകളുള്ള ആൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതിനെ ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല, കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിവാഹം നടന്നു. അതിനുശേഷം വരൻ്റെ പിതാവ് എൻ്റെ പിതാവിനോട് പറഞ്ഞു, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ പുത്രിയെ കൊണ്ടുപോവുകയാണ്. അങ്ങയുടെ പരിവാരത്തെ ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല, എങ്കിലും അങ്ങയുടെ പുത്രിയെ ഞാൻ കൊണ്ടുപോകുന്നു. അറിയുമോ എന്തുകൊണ്ടാണ് ഈ ബന്ധം ഞങ്ങൾ സ്വീകരിച്ചതെന്ന്? പിതാവ് ചോദിച്ചു, എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ പുത്രനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ബന്ധം ഉറപ്പിച്ചിരിക്കുന്നത്. ഏത് കുടുംബത്തിലാണോ പുത്രൻ ഇത്രയും ഗുണവാനും ഇത്രയും ധാർമ്മിക ചിന്തയുള്ള ഒരു വ്യക്തിയായിരിക്കുന്നത്, ആ വ്യക്തിയുടെ സഹോദരി എത്ര നല്ലതായിരിക്കും. തീർച്ചയായും ആ കുട്ടി കുടുംബത്തെ പരിപാലിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നോക്കൂ, ഭഗവാൻ എങ്ങനെയാണ് പ്രത്യക്ഷത ചെയ്യുന്നതെന്ന്. ആദ്യം പിതാവ് ദേഷ്യത്തിലാണ് എന്നോട് പറഞ്ഞത്, അതായത് നീ ബ്രഹ്മകുമാരീസിൽ പോകുന്നത് കൊണ്ടാണ് നിന്റെ സഹോദരിയുടെ വിവാഹം നടക്കാത്തതെന്ന്. എന്നാൽ ബാബ അവരുടെ മുഖത്തിൽ നിന്ന് എന്ത് പറയിച്ചു? വരൻ്റെ പിതാവ് എന്ത് പറഞ്ഞു? ഈ കുട്ടി ബ്രഹ്മകുമാരീസിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുത്രിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. അതിനാൽ ഭഗവാന്റെ കാര്യങ്ങൾ വളരെ വേറിട്ടതാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇത്. ആ സമയത്ത് ഗീത ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഗീതയിലെ ഒരു ശ്ലോകം എന്നെ എന്നും ആകർഷിച്ചിട്ടുണ്ട്. ഈശ്വരനെ പ്രതി സമർപ്പണ ഭാവം വന്നതും അതിലൂടെയാണ്. ആ ശ്ലോകമാണ്, അനന്യസ് ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസ്തേ തേസാം നിത്യാഭിയുക്താനാം യോഗക്ഷേമഹമ്യഹം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്, ഭഗവാൻ പറയുന്നു, ആരാണോ അനന്യഭാവത്തിൽ എൻ്റെ ചിന്തനം ചെയ്യുന്നത് അവരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എൻ്റെ മുകളിലാണ്. അവരുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. യോഗക്ഷേമം എന്നതിനർത്ഥം അപ്രാപ്തിയിൽ ഞാൻ പ്രാപ്തി നൽകും, പ്രാപ്തിയുടെ രക്ഷ ചെയ്യും, അത് ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്കിത്രയും സന്തോഷമുണ്ടായി ഈ ശ്ലോകത്തെ ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയപ്പോൾ. ഭഗവാൻ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടി കാർഡ് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ, ആ പ്രാപ്തിയുടെ പ്രാപ്തി നൽകും, പ്രാപ്തിയെ രക്ഷിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് എന്താണ് വേണ്ടത്? ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ആകുന്നുണ്ടല്ലോ, പക്ഷേ ഇത് ഭഗവാന്റെ ഗ്യാരണ്ടി കാർഡാണ് കിട്ടുന്നത്.
സ്വയം ഉത്തരവാദിത്വം ഭഗവാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ കണ്ടീഷനുണ്ട്. എന്താണ്? അനന്യസ് ചിന്തയന്തോ മാം, കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതിലെന്താണ് വലിയ കാര്യം? ഞാൻ ഒരാളെ തന്നെ ഓർമ്മിക്കുന്നുള്ളൂ, ഒരു ഭഗവാനെ ഓർമ്മിക്കുന്നു, ബാക്കി എല്ലാ കാര്യവും ഭഗവാൻ ചെയ്യുന്നുവെങ്കിൽ ഈ ബിസിനസ് നല്ലതല്ലേ? നല്ല ബിസിനസ്സാണ്. ഒരേ ഒരാളെ ഓർമ്മിക്കൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടക്കും. ആ ഒരു എഗ്രീമെൻ്റ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കണ്ടീഷൻ, ഞാൻ അങ്ങേ ഓർമ്മിക്കാം, അങ്ങ് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരൂ എന്നായി. അതിനെത്രയോ പ്രാക്ടിക്കൽ തെളിവ് ബാബ എനിക്ക് നൽകി. കേവലം ഈ വിശ്വാസം ഭഗവാനിൽ നമുക്കുണ്ടായിരിക്കണം. വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പാണ് ഓരോ കാര്യവും ബാബ ചെയ്യുക തന്നെ ചെയ്യും. ഒരു പ്രാവശ്യം എന്തുണ്ടായി എന്നാൽ, നല്ലൊരു കഥയാണ്. ഒരു ഗ്രാമത്തിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മഹാരാജാവ്. ആ ഗുരു നല്ല രീതിയിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേൾപ്പിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അഥവാ നിങ്ങൾക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വൃക്ഷത്തിൽ നിന്ന് താഴെ വീണാലും, ഇനി താഴെ നിങ്ങൾ വീഴുമ്പോൾ ഒരു വാളുണ്ടെങ്കിലും നിങ്ങളുടെ തലയിലെ ഒരു മുടിനാരിഴയ്ക്ക് പോലും അപകടം ഉണ്ടാകില്ല. അത്രത്തോളം വിശ്വാസം ഭഗവാന്റെ മുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. കഥയൊക്കെ പൂർത്തിയായി. വൈകുന്നേരം ഈ ഗുരു മഹാത്മാവ് നദിയിൽ സ്നാനം ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ട ദൃശ്യം ഇതായിരുന്നു. ദൂരെ ഒരു വൃക്ഷത്തിലേക്ക് ഒരു വ്യക്തി കയറിക്കൊണ്ടിരിക്കുന്നു, ഇറങ്ങുന്നു, വീണ്ടും വൃക്ഷത്തിലേക്ക് കയറുന്നു, വീണ്ടും ഇറങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉത്സുകത തോന്നി. അങ്ങനെ അദ്ദേഹം വേഗം ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കണ്ടു, ഒരു വ്യക്തി മുകളിലേക്ക് കയറുന്നു, വീണ്ടും വൃക്ഷത്തിൽ നിന്ന് താഴേക്ക് വരുന്നു. അപ്പോൾ താഴെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു വാള് വെച്ചിരിക്കുന്നു താഴെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലായിട്ട് അങ്ങനെ. അപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചു, സഹോദര, അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുകളിൽ കയറുന്നു, വീണ്ടും താഴെ ഇറങ്ങുന്നു, ഈ വാൾ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മഹാത്മാജി അങ്ങ് മറന്നോ? അപ്പോൾ ചോദിച്ചു, എന്ത് മറക്കുന്നത്? അങ്ങ് ഇന്ന് തന്നെയല്ലേ കഥയിൽ പറഞ്ഞിരുന്നത്, അഥവാ വൃക്ഷത്തിൽ നിന്ന് താഴെ വീണാലും, അഥവാ താഴെ വാള് തന്നെ ഉണ്ടെങ്കിലും ഭഗവാൻ നിന്റെ രക്ഷ ചെയ്യുമെന്ന് അങ്ങല്ലേ പറഞ്ഞത്, ഭഗവാൻ രക്ഷിക്കുമെന്ന്. അപ്പോൾ മഹാത്മാജിക്ക് ഓർമ്മ വന്നു, ആ ശരിയാണ്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു, അതെ മഹാത്മാജി, ഞാനത് പ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശരി. എന്നിട്ട് മഹാത്മാവ് പറഞ്ഞു, വൃക്ഷത്തിൽ നീ കയറുന്നുണ്ട്, പക്ഷെ എന്തിനാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്? അവിടെ നിന്ന് ചാടൂ. അപ്പോൾ പറഞ്ഞു, മഹാത്മാജി, ഞാൻ കയറുന്നുണ്ട്, വീഴാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ മുകളിൽ നിന്ന് ആ വാള് കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നു, അഥവാ ഞാൻ ഇതിൽ വീണാൽ ഭഗവാൻ രക്ഷിക്കാൻ വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ എന്തു പറ്റും? മഹാത്മാജി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ വരില്ല. എവിടെയാണോ സംശയമുള്ളത് അവിടെ വരില്ല. പക്ഷെ എവിടെയാണോ വിശ്വാസമുള്ളത് അവിടെ തീർച്ചയായും വരും. അതിനാൽ ഈ ജ്ഞാനത്തിൻ്റെ കാര്യം ഒന്ന് വേറിട്ടതാണ്. പക്ഷെ ജ്ഞാനത്തിനെ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവം വേറെയാണ്. ഇപ്പോൾ പരംപിത പരമാത്മാവിൻ്റെ പരിചയം നമുക്ക് കിട്ടി. പരമാത്മാവിനോടൊപ്പമുള്ള അനുഭൂതിയിലാണ് നാം ജീവിക്കുന്നത്. ഓരോ സെക്കൻഡും നമ്മുടെ ഓർമ്മയിലുണ്ട് ഇതെല്ലാം. അതിനാൽ ബാബയോടൊപ്പം നമുക്ക് എല്ലാ റിലേഷൻഷിപ്സും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം. ഓരോ കാര്യവും ബാബ നമുക്ക് വേണ്ടി ചെയ്തു തരും. അല്ലാതെ ഇങ്ങനെയല്ല സെൻറ്ററിലെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, സർവീസിൻ്റെ കാര്യത്തിലേ സഹായിക്കുള്ളൂ, അങ്ങനെയല്ല. താങ്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ബാബ സഹായിക്കും. ഇത് അനുഭവം ചെയ്യേണ്ട കാര്യമാണ്. കേവലം വിശ്വാസത്തിൻ്റെ കാര്യം, സംശയം ഒരിക്കലും വരരുത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരേ ഒരു ബാബയുടെ ഓർമ്മ, അനന്യസ് ചിന്തയന്തോ മാം, ഒരേ ഒരു പരമാത്മാവിൻ്റെ ചിന്തയിൽ ജീവിക്കണം. ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അഹമ്മദാബാദിൽ ഏത് റൂമിലാണോ ഞാൻ റെൻറ്റിന് താമസിച്ചിരുന്നത്, അത് ബ്രഹ്മകുമാരീസിൽ വരുന്ന ഒരു സഹോദരൻ്റെ തന്നെ ബിൽഡിംഗ് ആയിരുന്നു. ആ ദാദ, അവരുടെ വൈഫ്, അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറ് ആ സഹോദരൻ്റെ സിസ്റ്ററിൻ്റെ റൂമായിരുന്നു. അവരവരുടെ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്.
അപ്പോൾ ദാദ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലെ ഫസ്റ്റ് ഫ്ലോറിൽ റെൻറ്റിന് താമസിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ അവിടെ താമസം തുടങ്ങിയത്. അങ്ങനെ ആ സഹോദരിയുടെ പേരക്കുട്ടി, അവർക്ക് അഹമ്മദാബാദ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ദാദ എന്നോട് പറഞ്ഞു, 15 ദിവസങ്ങൾക്ക് ശേഷം ടെമ്പോയിൽ സാധനങ്ങളൊക്കെ നിറച്ച് ആ ആൺകുട്ടി വരാൻ പോവുകയാണ്. ആ കുട്ടി ഇനി ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മറ്റേതെങ്കിലും ബിൽഡിംഗ് ബ്രദർ നോക്കണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ സെൻറ്ററിൽ പോയി ബാബയുടെ റൂമിൽ പോയി ബാബയോട് പറഞ്ഞു, ബാബ റൂം കാലിയാകണം, 15 ദിവസമേ ഉള്ളൂ, അങ്ങ് നോക്കൂ, എങ്ങോട്ടാണോ ഷിഫ്റ്റ് ആകേണ്ടത് അങ്ങ് നോക്കിക്കോളൂ. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. നോക്കൂ, ഡേയ്സ് ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ആ സഹോദരൻ ഡൗട്ട്ഫുള്ളായിട്ട് മാറി. അതായത് ലളിത് ഭായി വേറെ ഏതെങ്കിലും റൂം നോക്കിയോ ഇല്ലയോ, 2-3 റൂമുകളെല്ലാം എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊന്നും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. വീണ്ടും അദ്ദേഹം ചിന്തിച്ചു, അഥവാ വേറെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അത്രയും നല്ല റിലേഷൻഷിപ്പായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം പോലും ബാബയുടെ അടുത്ത് പോയിട്ട് റിമൈൻഡ് ചെയ്തില്ല. അതായത് ബാബ വീട് കിട്ടുന്നില്ല, ബാബ ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ, 1 ദിവസമേ ബാക്കിയുള്ളൂ. നോക്കൂ, നമ്മൾ ഏതെങ്കിലും മനുഷ്യൻ്റെ അടുത്ത് പോയിട്ടൊരു കാര്യം ഏൽപ്പിച്ചാൽ നമുക്ക് അവരെ റിമൈൻഡ് ചെയ്യേണ്ടി വരും, അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ഇല്ലേ, എല്ലാം ശരിയായി നടക്കണ്ടോ, സഹായം വല്ലതും വേണോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക്. പക്ഷേ ഭഗവാന്റെ അടുത്ത് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നമുക്ക് പോയി റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം സമർപ്പിച്ചാൽ നല്ല രീതിയിൽ ബാബ അത് നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിശ്ചിന്തമായി ഞാനിരുന്നു. ലാസ്റ്റ് ഡേയുടെ കാര്യമാണ്, 1 ദിവസമേ ഇനി ബാക്കിയുള്ളൂ ഷിഫ്റ്റാകാൻ. രാവിലെ ഞാൻ സെൻറ്ററിൽ പോയിട്ട് മുരളി കേട്ടു. അങ്ങനെ താഴേക്ക് വരികയായിരുന്നു, സ്റ്റെപ്സ് ഇറങ്ങിയിട്ട്. താഴെ സെൻറ്റർ ഇൻചാർജ് ബെഹൻജി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെഹൻജി എന്നോട് ചോദിച്ചു, ലളിത് ഭായ് താങ്കൾക്ക് റൂം ഷിഫ്റ്റ് ആകണമോ? അപ്പോൾ ചോദിച്ചു, എപ്പോഴാണ് മാറേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഇന്ന് മാറണം. അപ്പോൾ ബെഹൻജി ചോദിച്ചു, നോക്കിയോ എവിടെയെങ്കിലും റൂം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ബെഹൻജി, നോക്കിയിട്ടില്ല. അപ്പോൾ അവർ പുഞ്ചിരിച്ചു. എനിക്ക് മനസ്സിലായി അവരെന്തുകൊണ്ടാണ് പുഞ്ചിരിച്ചതെന്ന്. റൂം ഷിഫ്റ്റ് ആകണം, നോക്കിയിട്ടുമില്ല, ഇനി ചിന്തയുമില്ല എനിക്കതിനെക്കുറിച്ച്. ഇത് കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കുന്നത് പോലുള്ള കാര്യമല്ലല്ലോ. ധനമെടുത്തു മാർക്കറ്റിൽ പോയി ആ സമയത്ത് ഇഷ്ടമുള്ളത് വാങ്ങിച്ചിട്ട് വരുന്നത് പോലെ. റൂം ഷിഫ്റ്റ് ചെയ്യുക, ബിൽഡിംഗ് ഷിഫ്റ്റ് ചെയ്യുക, അർത്ഥം പോയി നോക്കേണ്ടി വരും, ശരിയാണോ, പറ്റുമോ, റെൻറ്റ് എത്രയാണ്, കുറേ കാര്യങ്ങളുണ്ടല്ലോ ഷിഫ്റ്റ് ആകുമ്പോൾ. അപ്പോഴല്ലേ ഷിഫ്റ്റ് ആകാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കാണെങ്കിൽ ചിന്തയുമില്ല. ഇങ്ങനെയും ചില കുട്ടികളുണ്ടാകും. അവർ ചിന്തയില്ലാത്തവരായിരിക്കും. അവരുടെ അച്ഛനമ്മയ്ക്കായിരിക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത. അതായത് അച്ഛനമ്മ എല്ലാം കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഞാനും അതിലൊരു കുട്ടിയാണ്. ഞാനും എൻ്റെ മാതാപിതാവായ ബാബയിൽ എല്ലാം സമർപ്പിച്ചിരുന്നു. ആത്മാവിൻ്റെ മാതാപിതാവ് പരമാത്മാവല്ലേ, ഞാൻ ബാബയിൽ കൊടുത്തിരുന്നു. ബാബ എന്തു ചെയ്യുന്നോ അത് നടക്കട്ടെ, ബാബ എന്നെക്കുറിച്ച് ചിന്തിച്ചോളും എന്നുറപ്പുണ്ടായിരുന്നു. ബെഹൻജി പുഞ്ചിരിച്ചിട്ട് ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ പോയി താക്കോലുകളുടെ ഒരു ബഞ്ച് എടുത്തിട്ട് വന്നു. അതിൽ 8-9 താക്കോലുണ്ടായിരുന്നു. കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ലളിത് ഭായ് ഈ ബിൽഡിങ് ഇത് 2-3 ഫ്ലോറുള്ള ബിൽഡിംഗ് ആണ്, 8 റൂംസ് ഉണ്ട്, കാലിയാണ്, അവിടെ താമസിച്ചോളൂ, അതിനെ സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണുകളിൽ ആശ്ചര്യവും സന്തോഷവും അതോടൊപ്പം നന്ദിയും എല്ലാം നിറഞ്ഞിരുന്നു ഭഗവാന് വേണ്ടിയിട്ട്. അതായത് എനിക്ക് ഒരു മുറി മതിയായിരുന്നു, പക്ഷേ എത്ര തന്നു എനിക്ക്? 8-9 റൂംസ് ഉള്ള ബിൽഡിംഗ് എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭഗവാൻ കാര്യങ്ങൾ ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്.
2-3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വളരെ ആഴത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. ആദ്യത്തെ കാര്യം, എനിക്ക് എപ്പോഴാണ് കിട്ടിയത്? അവസാന ദിവസം. വേണമെങ്കിൽ ബാബയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ആ താക്കോൽ തരാമായിരുന്നു, 5ാമത്തെ ദിവസവും തരാമായിരുന്നു, 10th ഡേയും തരാമായിരുന്നു. പക്ഷേ ബാബ 14ാമത്തെ ദിവസമാണ് എൻ്റെ കയ്യിൽ താക്കോൽ എത്തിച്ചത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എൻ്റെ നിശ്ചയത്തിനെ ബാബ പരീക്ഷിച്ചതാണ്. എനിക്ക് എത്ര വിശ്വാസമുണ്ട്, ഞാൻ എത്രത്തോളം ചഞ്ചലമാകും, ഞാൻ എത്രത്തോളം ഭയമോ അല്ലെങ്കിൽ ചിന്തയോ അങ്ങനെ അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുകയോ അങ്ങനെ ഉണ്ടാകുമോ എന്ന് ബാബ പരീക്ഷിക്കും. എപ്പോഴാണോ നമ്മൾ നിശ്ചിന്തരാകുന്നത്, ബാബയിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുന്നത്, ബാബ കാര്യം ചെയ്യും, പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലേ ബാബ ചെയ്യുള്ളൂ. അതുവരയ്ക്കും നമുക്ക് ക്ഷമയോടെ ഇരിക്കേണ്ടി വരും. നമുക്ക് ബാബയിൽ സമർപ്പിക്കുക അർത്ഥം സമർപ്പണമായിരിക്കണം, വിടണം. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നടക്കണം എന്നല്ല. എന്ത് എനിക്ക് റൈറ്റാണോ, എനിക്ക് വേണ്ടി റൈറ്റ് ആയിരിക്കുമോ അത് ബാബ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇങ്ങനെ പിടിവാശി ചെയ്യാറില്ല, ബാബ ഇതിങ്ങനെ നടക്കണം എന്ന്. ഞാൻ സമർപ്പണമാണ് ചെയ്യാറുള്ളത്. ബാബയ്ക്ക് എങ്ങനെ ചെയ്യിപ്പിക്കണമോ അത് നടന്നോട്ടെ, ഞാൻ സ്വീകരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പിടിവാശിക്ക് കാര്യങ്ങൾ നടക്കില്ല, സമയത്തെ കാര്യങ്ങൾ ബാബ ചെയ്യുള്ളൂ. പക്ഷേ തീർച്ചയായും ബാബ ചെയ്യും. മറ്റൊന്ന്, എപ്പോഴാണോ നമ്മുടെ അടുത്തേക്ക് ഒരു സമസ്യ വരുന്നത്, ഒരു കാര്യം വരുന്നത്, ഒരു വെല്ലുവിളി വരുന്നത്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം, അതിൻ്റെ ഓപ്ഷൻ ചിന്തിക്കുമല്ലോ. അതായത് ഈ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാമോ, ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താലോ, ഇനി അങ്ങനെയും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ. നമ്മൾ കുറേ ഓപ്ഷൻ വെക്കും, ABCD എന്നൊക്കെ പറഞ്ഞ് 4 ഓപ്ഷൻ വെക്കാറുണ്ട്. ഇത് നടന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് നടന്നിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാം, അങ്ങനെ ഓപ്ഷൻ വെക്കും നമ്മൾ. പക്ഷേ ഭഗവാനിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ സ്വന്തം അനുഭവമാണ്, ബാബ ഈ റിസൾട്ട് കൊണ്ടുവരും. എന്താണ് നമ്മൾ ചിന്തിക്കാതിരുന്നത്? ABCDയെ കുറിച്ച് നമ്മൾ ഓപ്ഷൻ വെച്ചു, പക്ഷേ ബാബ ഈ കൊണ്ടാണ് വരിക. അതായത് ABCD മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ, ഈ എന്നുള്ളതിൻ്റെ റിസൾട്ട് കൊണ്ട് ബാബ വരും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതവും തോന്നും. അതായത് ഇങ്ങനെയും നടക്കുമോ, നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത്രയും സരളമായിരിക്കും, ഇത്രയും സഹജമായിട്ടത് നടക്കും. പിന്നീട് ഭഗവാനെ പ്രതി ഹൃദയത്തിൽ നിന്ന് വളരെയധികം കൃതജ്ഞത ഉണ്ടാകും. അതിനാൽ അങ്ങനെയുള്ള പരംപിത പരമാത്മ ആ അച്ഛനെ നമ്മൾ തിരിച്ചറിഞ്ഞു. എപ്പോഴാണോ നമ്മൾ കുട്ടികളായിട്ട് മാറിയത്, ജ്ഞാനം കേൾക്കാൻ തുടങ്ങിയത്, ഇനി എന്താണ് ബാക്കിയുള്ളത് ചെയ്യാൻ? വിശ്വാസമുള്ളവരായിട്ട് മാറുക. പ്രാക്ടിക്കലിലേക്ക് നമ്മൾ ബാബ പറയുന്നത് കൊണ്ടുവരണം, പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരണം. ആ ജ്ഞാനമാണ് ശക്തിയായിട്ട് മാറുക. അതാണ് ഓരോ സെക്കൻഡും നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുക. ജീവിതത്തിൽ എത്ര സമയം നമുക്ക് ആ കാര്യത്തിൻ്റെ ഓർമ്മ വരുമോ അത്രയും സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കും. അതോടൊപ്പം സാഹസികത, അത് ചെയ്യാനുള്ള ശക്തി ബാബ തരും. അതായത് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ബാബ പഠിപ്പിക്കും. ഏതൊരു സാഹചര്യത്തെയും വെല്ലുവിളിയെയും നേരിടാൻ നമുക്ക് സാധിക്കും. കാരണം സ്വയം സർവശക്തിവാൻ 1000 കരങ്ങളുള്ള ബാബയാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നിങ്ങളെ പ്രതി ശുഭഭാവനയാണ് വയ്ക്കുന്നത്. നിങ്ങളും ഈ രാജയോഗത്തിൻ്റെ അഭ്യാസത്തിലൂടെ പരമാത്മാവിൻ്റെ ജ്ഞാനം പ്രാപ്തമാക്കിയല്ലോ. ആ ശക്തിയോടൊപ്പമുള്ള അനുഭവം ചെയ്യൂ, പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യൂ, സദാ ഹാപ്പി ആയിട്ടിരിക്കണം. ഓം ശാന്തി.